ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഈ അവസ്ഥയിലൂടെ 1% പോലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭാ തർക്കങ്ങള് എത്രയോ വർഷം മുമ്പ് തീർന്നു പോയേനെ. ഇവിടുത്തെ വിശ്വാസികളെ തമ്മിൽ അടുപ്പിച്ച് ചിഹ്നമായ ചക്ക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ ഏറ്റവും തിളക്കമാർന്ന സമയം നമ്മുടെ തിളക്കമാർന്ന ചക്ക കേരള സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട എൻഡിയുടെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. പിറവത്ത് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇവിടെ ഓടിയെത്താൻ ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ടാണ് വൈകിയത്. നമുക്കറിയാം, ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ സംബന്ധിച്ച് അതിപ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇവിടെ LDF ഭരിച്ചു, UDF ഭരിച്ചു, മാറി മാറി ഭരിച്ചു. ഇന്ന് കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയിലധികമായി. 2016 പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോ 1,52,000 കോടിയായിരുന്നു കടം. 5 വർഷം പിണറായി സർക്കാർ ഭരിച്ചു കഴിഞ്ഞപ്പോ അത് 3,15,000 കോടിയായി. അതായത് ഇരട്ടിയായി. ഇപ്പൊ 10 വർഷം പൂർത്തിയാക്കുമ്പോ അത് വീണ്ടും ഒന്നുകൂടി ഇരട്ടിയായി 6,30,000 കോടിയുടെ അടുത്തായി. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടുത്തെ സർക്കാരുകള് ഭരണം നടത്തുന്നത് കടമെടുക്കുക, കക്കുക, മുക്കുക, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളില് നമ്മുടെ എത്ര കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികൾ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് എല്ലാവരും തന്നെ ഒരു 40-ഉം അതിനേക്കാൾ മേലോട്ടുമുള്ള ആളുകളാണ്. കുട്ടികളായിട്ടുള്ള ആരും തന്നെ ഇവിടെ കാണുന്നില്ല. ഇനി നമ്മൾ വീട്ടിൽ പോയാലും ഇതൊക്കെ തന്നെ അവസ്ഥ. കുട്ടികളൊന്നും നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് 10 കഴിഞ്ഞു 12 കഴിഞ്ഞാൽ കുട്ടികൾ ഈ നാട് വിട്ട് കൂട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച്, ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച് കേരളത്തില് ആ സാഹചര്യങ്ങളില്ല. അവര് നോക്കുമ്പോ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന രീതിയിൽ മറ്റ് വിദേശ രാജ്യങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും അതിനൂതനമായിട്ടുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ള യാതൊന്നും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 16 LDF അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, വിലക്കയറ്റം ഞങ്ങൾ പിടിച്ചു നിർത്തും, വിലകൾ കുറയ്ക്കുമെന്ന്. ഇന്നിപ്പോ നമുക്കറിയാം, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളുടെയും വില കയറി എന്ന് മാത്രമല്ല 2 ഇരട്ടി 3 ഇരട്ടിയുമായി മാറി. അപ്പൊ ഒരു സാധനങ്ങളുടെയും വില കുറയ്ക്കാൻ സാധിച്ചില്ല, വില പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട കുടുംബങ്ങളില് ഒരു നേരം പോലും കൊച്ചു കുട്ടികൾക്ക് പോലും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തെ മാറ്റി എന്നുള്ളതാണ്. അപ്പോ ഒരു വികസനവും നടത്താതെ, ഈ കേരളത്തിന്റെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാതെ
10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ പിണറായി സർക്കാർ മാത്രം നഷ്ടപ്പെടുത്തിയതാ പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 70 വർഷം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ കേരളം എന്താണ് നേടിയത്? നമുക്കിവിടെ വികസനം എന്ന് പറയാനായിട്ട് ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം പോലും LDFനോ UDFനോ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. ഇപ്പോ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് LDF തിരുവനന്തപുരത്തേക്ക് 6 വരി പാത ഉണ്ടാക്കിയെന്ന്. ആരായി 6 വരി പാത ഉണ്ടാക്കിയത്? അതിനു വേണ്ടിയിട്ടുള്ള 3 ലക്ഷം കോടി രൂപ ചെലവാക്കിയത് കേന്ദ്ര ഗവൺമെന്റ്. അത് നാഷണൽ ഹൈവേ ആണ്. അത് കേന്ദ്രത്തിന്റെ സംഭാവനയാണ്. അതില് കേരളം ചെയ്തത് എന്താണ്? അതിന് സ്ഥലം ഏറ്റെടുക്കാനായിട്ടുള്ള സർവേയും അതിനുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി കൂടിയിട്ട് വെറും 5000 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് കിഫ്ബി വഴി ചെലവാക്കി. അതും സർക്കാരല്ല ചെലവാക്കിയത്, അതും കടമാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങള് 6 വരി പാത ഉണ്ടാക്കി. അവിടെയാണ് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് കേരളത്തില് ആദ്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരു നാഷണൽ ഹൈവേ വരുന്നത്. ഇപ്പോഴും നമ്മള് പഴയ ഹൈവേ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റത്ത് എത്തണമെങ്കിൽ 12-14 മണിക്കൂറും നമ്മൾ യാത്ര ചെയ്യണം. ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് 5-6 മണിക്കൂറായിട്ട് ചുരുങ്ങും. ഇപ്പൊ നമ്മള് ഇത് വലിയൊരു കാര്യമായിട്ടാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ അങ്ങ് കേരളം വിട്ടിട്ട് തമിഴ്നാട്ടിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ തെലങ്കാനയിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലെ കാര്യം അതിനേക്കാൾ ഭയങ്കരമാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് 6 വരി പാതയെ പറ്റിയല്ല അവർ സംസാരിക്കുന്നത്. അവര് 10 വരിയും 12 വരിയും 14 വരിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മൾ 6 വരി തുടങ്ങിയിട്ടേ ഉള്ളൂടെ. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പോ അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂരിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു 6 വരി പാത അനുവദിച്ചു. അതിന് 6500 കോടി രൂപയും അനുവദിച്ചു. അത് സർവേ ചെയ്ത് കൊടുക്കാൻ പോലുമുള്ള ഒരു നിലപാട്, അതിനുള്ള നീക്കങ്ങൾ പോലും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. 2024 ഓഗസ്റ്റ് മാസം അനുവദിച്ച പദ്ധതി 2025 ലാപ്സായി പോയി. വെറുതെ കുറ്റികൾ മാത്രം നാട്ടി ഒന്നും ചെയ്യാതെ ഇട്ടിട്ട് പറയാണ് ഇവിടെ ഭയങ്കര വികസനം കൊണ്ടുവരികയാണ്, കേന്ദ്രം ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു ഗവൺമെന്റ് അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയോ, നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി 82 വയസ്സായി. ഇപ്പോ ഇതുപോലെ ഒരു സ്റ്റേജിൽ കയറി അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റുമോ? അതിന് ക്രെയിൻ വേണം അദ്ദേഹത്തോടെ കയറ്റി വെക്കണമെങ്കിൽ. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് വയസ്സാവും, നിങ്ങൾക്കും വയസ്സാവും, എനിക്കും വയസ്സാവും, ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും വയസ്സാവും. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ ഒരു സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാതെ വരുമ്പോൾ മാറിക്കൊടുക്കണം. പുതിയ തലമുറ വരട്ടെ, യുവാക്കൾ വരട്ടെ, അതിന് അവസരം കൊടുക്കട്ടെ. ഞാൻ 82 വയസ്സായാലും മൂക്കിന് പഞ്ഞി വെച്ചാലും ഞാൻ ഇരിക്കുന്ന കസേരയിൽ ഇറങ്ങി കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും മത്സരിക്കാൻ പോകുന്നു. ഞാൻ പറയുന്നില്ല ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് പറ്റും. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവര് ദയവ് ചെയ്ത്, അങ്ങനെയുള്ള ഒരു നേതൃത്വമല്ല കേരളത്തിൽ വേണ്ടത്. യുവാക്കൾ വരണം, പുതിയ തലമുറ വരണം, വിദ്യാഭ്യാസമുള്ളവർ വരണം. അവരാണ് കേരളത്തെ നയിക്കേണ്ടത്. അത് വന്നാൽ മാത്രമാണ് കേരളം രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഈ പ്രാകൃതമായിട്ട് ഇന്ന് നമുക്കറിയാം, ലോകം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തോടൊപ്പം തന്നെ ലോകത്തിന് വികസിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഭരിക്കാൻ കയറുന്നവര് അവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഈ നാടിനെ പരമാവധി കൊള്ളയടിക്കുക, ഇവിടുത്തെ ജനങ്ങളുടെ രക്തമൂറ്റി കുടിക്കുക. ഇപ്പോ നാട് കൊള്ളയടിച്ചു, ഇനി നാട്ടിലൊന്നും ബാക്കിയില്ല, നമ്മുടെ കയ്യിൽ
ഇപ്പോ ക്ഷേത്രങ്ങളും പള്ളികളും കയറി കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിൽ നിന്നും രാഷ്ട്രീയക്കാരെ പടിക്ക് പുറത്ത് നിർത്തിയാൽ മാത്രമാണ് ക്ഷേത്രങ്ങളും പള്ളികളും രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. കാസായും പീസായും വരെ അവരടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അപ്പോ അതിന് ഇന്ന് ശേഷിയുള്ള ഒരേ ഒരു പാർട്ടി, ഒരേ ഒരു സഖ്യം എന്ന് പറയുന്നത് NDAക്ക് മാത്രമേ ഈ കാര്യം നടപ്പിലാക്കാൻ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളം നേരിടുന്ന ഈ വിപത്ത്, നമ്മുടെ കുട്ടികൾ ഈ നാട് വിട്ട് പോകാതിരിക്കണമെങ്കിൽ, നമ്മുടെ നാട് വിട്ട് ഗതികേട് കൊണ്ട് ഈ നാട് വിട്ട് പോകേണ്ടി വന്ന കുട്ടികളെ തിരിച്ച് കേരളത്തിലേക്ക് വരണമെങ്കിൽ ഒരേ ഒരാൾക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. ഇവിടെ സഭകൾ തമ്മിലുള്ള തർക്കമുണ്ട്. 114 വർഷമായിട്ട് തുടരുകയാണ്. പിണറായി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രമിക്കാതിരിക്കുകയാണ്. അവർ 1% പോലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭാ തർക്കങ്ങള് എത്രയോ വർഷം മുമ്പ് തീർന്നു പോയേനെ. ഇവിടുത്തെ വിശ്വാസികളെ തമ്മിൽ അടിപ്പിച്ച്, മുട്ടനാടുകളെ തമ്മിൽ അടിപ്പിച്ച് അതിന്റെ രക്തം കൂട്ടി കുടിക്കുന്ന ചെന്നായ്ക്കളായിട്ടാണ് പിണറായി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും ഇവിടെ പ്രവർത്തിച്ചത്. അപ്പോ ഇപ്പോ ആ തർക്കത്തിന് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താൻ സാധിച്ചു. പ്രധാനമന്ത്രി നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഈ 114 വർഷമായിട്ടുള്ള പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും എന്ന്. ഇന്ന് നമുക്കറിയാം, കേരളത്തില് ന്യൂനപക്ഷങ്ങളില് അതിന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചാബിലെ സിഖ് വിഭാഗമുണ്ട്, ജൈൻ വിഭാഗമുണ്ട്, പാഴ്സീസ് ഉണ്ട്, ബുദ്ധരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഈ അതിന്യൂനപക്ഷം ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രിസ്ത്യാനികളായിക്കോട്ടെ, നമ്മുടെ വരുന്ന തലമുറ ഈ നാട് വിട്ട് രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ തീർന്നു കഴിഞ്ഞാൽ ഇത് മലയാളികളുടെ നാട് പോയി ഈ വംശമില്ലാതെയാകും. പകരം ബംഗാളികളും UP-കാരും ആന്ധ്രക്കാരും ഒക്കെ ഈ കേരളത്തിൽ വന്ന് മലയാളി എന്ന് പറയുന്ന വർഗമില്ലാതെ വരും. അതുപോലെ തന്നെയാണ് ന്യൂനപക്ഷത്തിൽ തന്നെ അതിന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനികളും സിഖ് ജാതിക്കാരും ജൈനും ബുദ്ധരും പാർസീസും എല്ലാം. ഇതുവരെ എത്രയോ ഗവൺമെന്റുകളെ 54 വർഷം കോൺഗ്രസ് ഭരിച്ചു. ഈ അതിന്യൂനപക്ഷത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഇവർക്ക് ചെയ്യാൻ സാധിച്ചോ? സാധിച്ചില്ല. അപ്പോ ഇതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഇത് എന്റെ മനസ്സില് ഈ കാര്യമുണ്ട്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. അതിന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും നിലനിർത്താനും ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാകാൻ പോകുന്നു ആദ്യമായിട്ട്. അപ്പോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തില് ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ്. 70 വർഷം കട്ടുമുടിച്ചവരെ വീണ്ടും വീണ്ടും കൊടുത്താൽ നമ്മുടെ കുട്ടികൾ മാത്രമല്ല നമുക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. അതിന് മാറ്റം വരണം. ആ മാറ്റം അങ്കമാലിയിൽ തുടങ്ങട്ടെ. അങ്കമാലിയിൽ NDAയുടെ ഒരു MLA ഉണ്ടാകട്ടെ. ഇനി കേരളം ഭരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികള് ആയിരക്കണക്കിന് കോടികളായിക്കോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ട് 1000 അല്ല 2000 അല്ല 5000 ആയിക്കോട്ടെ പദ്ധതി അങ്കമാലിയിൽ നമ്മൾ നടപ്പിലാക്കും. അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂർക്കുള്ള 6 വരി പാത ഞാൻ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ കേന്ദ്രം പറയുന്നു 6 വരി പാതയില്ല, ഇപ്പൊ ഞങ്ങൾ 8 വരി പാതയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന്. അപ്പോ അതുകൊണ്ട് ഒരു ഭാഗ്യം കിട്ടി. ഈ വൃത്തികെട്ടവന്മാരത് ചെയ്യാതിരുന്നുകൊണ്ട് 6 വരി പാത 8 വരി പാതയായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും.
പാതകളും തെറ്റാൻ പറ്റും. അതാണ് നമുക്കുണ്ടാക്കാൻ പോകുന്ന ഭാഗ്യം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം വികസിക്കണമെങ്കിൽ, ഈ കേരളം വികസിക്കണമെങ്കിൽ, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ലോകത്തിനോടൊപ്പം വികസിക്കണമെങ്കിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വികസിക്കുന്നതിനോടൊപ്പം കേരളം വികസിക്കണമെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണം. തന്റെ ഇടത്തോടെ നമ്മൾ ചിന്തിക്കണം, പ്രവർത്തിക്കണം. നമ്മൾ നമ്മുടെ NDA സ്ഥാനാർത്ഥി നമ്മൾ തെരഞ്ഞെടുക്കണം. ചക്കയാണ് നമ്മുടെ ചിഹ്നം, അതിന് മാറ്റം വരുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, NDAയോടൊപ്പം നിൽക്കുക, നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുക. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി, ഒരു മനസ്സായി, ഒരു പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ കേരളത്തിലെ മാറാത്തതും മാറും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.